നമസ്കാരം. BBC പ്രാദേശിക വാർത്തകൾ ആരംഭിക്കുന്നു. പ്രധാന വാർത്തകളിലേക്ക്. പ്രിയദർശിനി ബസ് സർവീസ് പുതിയ മാറ്റത്തിന് തുടക്കമെന്ന് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഉപ്പുതോട് വഴിയുള്ള കോട്ടയം തോപ്രാംകുടി KSRTC സർവീസ് ചെറുതോണിയിൽ ഫ്ളാഗ് ഓഫ് ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മുഖ്യമന്ത്രി VD സതീശനുമായി ഫോണിൽ സംസാരിച്ചു. ചെറുതോണിയിൽ റോയി കെ പൗലോസിന്റെ MLA ഓഫീസ് ഉദ്ഘാടനം നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിർവഹിച്ചു. വയനാട് കള്ളാടിയിൽ അലംഭാവമുണ്ടായെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. അലംഭാവം ആരുടെ ഭാഗത്തു നിന്നുണ്ടായതാണെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. തൊടുപുഴയിൽ നിന്ന് ബൈസൺവാലി വഴി തേനിക്ക് പുതിയ KSRTC ബസ് സർവീസ് ആരംഭിച്ചു. ബൈസൺവാലിയിലെത്തിയ ബസിന് നാട്ടുകാരുടെയും UDF മണ്ഡലം കമ്മിറ്റിയുടെയും വ്യാപാരികളുടെയും നേതൃത്വത്തിൽ സ്വീകരണം നൽകി. വാർത്തകൾ വിശദമായി. പ്രിയദർശിനി ബസ് സർവീസ് പുതിയ മാറ്റത്തിന്റെ തുടക്കമെന്ന് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഉപ്പുതോട് വഴിയുള്ള കോട്ടയം തോപ്രാംകുടി KSRTC സർവീസ് ചെറുതോണിയിൽ ഫ്ളാഗ് ഓഫ് ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. റോയി കെ പൗലോസ് MLA, F രാജ MLA, ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ, രാഷ്ട്രീയ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. സംസ്ഥാന സർക്കാർ നടപ്പാക്കിയ പ്രിയദർശിനി സൗജന്യ ബസ് സർവീസ് പുതിയ മാറ്റത്തിന്റെ തുടക്കമാണെന്ന് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഉപ്പുതോട് വഴിയുള്ള കോട്ടയം തോപ്രാംകുടി KSRTC സർവീസ് ചെറുതോണിയിൽ ഫ്ളാഗ് ഓഫ് ചെയ്യുകയായിരുന്നു അദ്ദേഹം. വീട്ടമ്മമാരുടെ പ്രയത്നം വളരെ വിലപ്പെട്ടതാണ്. വനിതകളുടെ വലിയ മാറ്റത്തിന് വേണ്ടിയുള്ള പരിശ്രമമാണ് സർക്കാർ നടത്തുന്നത്. ഇതിന് ഒറ്റക്കെട്ടായ ശ്രമം ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. റോയി കെ പൗലോസ് MLA, F രാജ MLA, ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ, രാഷ്ട്രീയ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മുഖ്യമന്ത്രി VD സതീശനുമായി ഫോണിൽ സംസാരിച്ചു. ദുരന്തത്തിന്റെ വിശദാംശങ്ങൾ ആരാഞ്ഞ കേന്ദ്രമന്ത്രി കേന്ദ്രത്തിന്റെ എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്തു. കേരളം ഇതുവരെ നടത്തിയ പ്രവർത്തനങ്ങളിൽ കേന്ദ്രമന്ത്രി തൃപ്തി പ്രകടിപ്പിച്ചു. സംഭവത്തെക്കുറിച്ച് ഉന്നതതല അന്വേഷണം നടത്തണമെന്നും കേന്ദ്രമന്ത്രി മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടു. മന്ത്രിസഭാ യോഗത്തിൽ അന്വേഷണം നടത്തുവാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ അറിയിച്ചു. വയനാടുണ്ടായ ദുരന്തത്തെക്കുറിച്ച് വിലയിരുത്തി, ഇതുവരെയുള്ള റിപ്പോർട്ടുകളെല്ലാം വിലയിരുത്തി, ഈ അപകടമുണ്ടായ ഇടയായ സാധ്യതകളെക്കുറിച്ചും അന്വേഷിക്കുന്നതിന് സാങ്കേതികവും നിയമപരവുമായ നടപടികൾ സ്വീകരിക്കുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഇതിന് തൊട്ടു മുകളിലായി ഒരു ലാൻഡ് സ്ലൈഡ് ഉണ്ടായി എന്നുള്ള റിപ്പോർട്ടുകൾ പ്രാഥമികമായി വരുന്നുണ്ട്. അതുകൂടി പരിശോധിച്ച് കാര്യങ്ങൾ തീരുമാനിക്കും. കേന്ദ്ര സർക്കാർ ഈ തുരങ്ക നിർമ്മാണത്തിനായി പാരിസ്ഥിതിക അനുമതി കൊടുത്ത കർശനമായ നിർദ്ദേശങ്ങൾ ഇതിൻ്റെ നിർമ്മാണ കരാർ ഏറ്റെടുത്തിരിക്കുന്നവർ പാലിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കും. അപ്പോൾ അപകട സാധ്യതകൾ എന്തെല്ലാം ഉണ്ട് എന്ന് പരിശോധിച്ചതിന് ശേഷമാണ് പണി തുടരാൻ പോകുന്നത്. അതുവരെ ആ പണി ഇപ്പം നടക്കുന്ന നിർമ്മാണ പ്രവർത്തികൾ അതിന് ശേഷമായിരിക്കും ആരംഭിക്കുന്നത്. അപ്പം അതിൻ്റെ വിശദമായ പഠനം, രണ്ട് അപകടമുണ്ടായ കാര്യവും അതേ അവസരത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ പാരിസ്ഥിതിക അനുമതി കൊടുത്ത കർശനമായ നിർദ്ദേശങ്ങൾ പാലിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യവും, ഇത് രണ്ടാണ്, രണ്ട് അന്വേഷണമാണ്. രണ്ട് തരത്തിലുള്ള അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടത്തും. ചെറുതോണിയിൽ റോയി കെ പൗലോസിന്റെ MLA ഓഫീസ് ഉദ്ഘാടനം നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിർവഹിച്ചു. ജനങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും അകറ്റുന്ന കേന്ദ്രമാകണം ഈ ഓഫീസ് എന്ന് അദ്ദേഹം പറഞ്ഞു. ചെറുതോണിയിൽ റോയി കെ പൗലോസ് MLAയുടെ ഓഫീസ് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. MLAയുടെ ഓഫീസ് മെഡിക്കൽ കോളേജിനെ പോലെ ജനങ്ങളുടെ വിവിധ പ്രശ്നങ്ങൾക്കും ദുരിതങ്ങൾക്കും പരിഹാരം കണ്ടെത്തുന്ന ജനസേവന കേന്ദ്രമായി മാറണമെന്ന ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. MLAയുടെ പുതിയ ഓഫീസാണ് ഇവിടെ തുറക്കണം.
ഒരു നയപ്രഖ്യാപനം പോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട MLA അതിനെക്കുറിച്ച് നിങ്ങൾക്ക് സൂചിപ്പിച്ചു. ഇവിടെ വിവിധ തലത്തിലുള്ള വിവിധ രൂപത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ ആളുകൾക്കും ഒരുമിച്ചെത്താൻ കഴിയുന്ന രാഷ്ട്രീയ സ്ഥലമായി ഒരു കേന്ദ്രമായി ഇത് നിൽക്കും എന്ന് അദ്ദേഹം പറഞ്ഞത് ഞാൻ സന്തോഷത്തോടു കൂടി കേട്ടിരിക്കുകയാണ്. ഒരു ജനപ്രതിനിധിയും ഒരു ജനനേതാവും തമ്മിൽ വേണമെങ്കിൽ ഒരു ചെറിയ വ്യത്യാസം പറയാം. ജനപ്രതിനിധി എല്ലാ ജനങ്ങളുടെയും പ്രതിനിധിയാണ്. അവരനുകൂലിച്ചോ പ്രതികൂലിച്ചോ സെക്കൻഡറിയാണ്. പക്ഷേ അവരിവിടെ ജീവിക്കുന്ന വ്യക്തി എന്നുള്ളതിൽ അവർക്കൊരു അവകാശമുണ്ട്, അവർക്കൊരു സ്വാതന്ത്ര്യമുണ്ട്. പരിണിതപ്രജ്ഞനായ ശ്രീ റോയ്ക്ക് പൗലോസ് ആ സ്വാതന്ത്ര്യം പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് പോകും എന്നാണ് അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിന്ന് എനിക്ക് വായിച്ചെടുക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് ഈ ഓഫീസ് ഈ പ്രദേശത്തെ എല്ലാ ആളുകളുടെയും അവരുടെ വേദനയും ദുഃഖവും അകറ്റുന്ന ഒരു നല്ല ചികിത്സാ കേന്ദ്രമായിരിക്കണം. മെഡിക്കൽ കോളേജിനെ കുറിച്ച് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ മെഡിക്കൽ കോളേജ് പോലെ തന്നെ MLAയുടെ ഓഫീസ് ഇവിടെ സത്യം പറഞ്ഞാൽ മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ് അല്ല, പക്ഷെ മാനസികമായി ആളുകൾക്ക് സന്തോഷം കൊടുക്കുന്ന ഒരു സങ്കേതമായി ഇതിനെ മാറ്റാൻ കഴിയണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ ഇന്ന് നിശബ്ദ വിപ്ലവമാണ് നടക്കുന്നതെന്നും പ്രതിഫലത്തെക്കാൾ വലിയ കർമ്മങ്ങളാണ് വീട്ടമ്മമാർ നിർവഹിക്കുന്നതെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു. അവരുടെ ക്ഷേമത്തിനും സാമൂഹിക സുരക്ഷയ്ക്കും പ്രാധാന്യം നൽകുന്ന നിരവധി പദ്ധതികളാണ് സർക്കാർ നടപ്പിലാക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ MK പുരുഷോത്തമൻ അധ്യക്ഷത വഹിച്ചു. ദേവികുളം MLA F. രാജ മുഖ്യാതിഥിയായിരുന്നു. റോയ്ക്ക് പൗലോസ് MLA മുഖ്യപ്രഭാഷണം നടത്തി. കോട്ടയത്ത് നിന്നും തോപ്രാംകുടിക്ക് ആരംഭിച്ച KSRTC ബസിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മവും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിർവഹിച്ചു. ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികളും രാഷ്ട്രീയ മത സാമൂഹിക രംഗങ്ങളിലെ നിരവധി ആളുകളും ചടങ്ങിന്റെ ഭാഗമായി. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. തെരുവുനായ നിയന്ത്രണത്തിനായി സ്വന്തം കയ്യിൽ നിന്ന് പണം മുടക്കി വന്ധീകരണം അടക്കമുള്ള വലിയ ദൗത്യം ഏറ്റെടുത്ത് നടത്തുന്ന ആനിമൽ റെസ്ക്യൂ ടീമിനോട് സർക്കാർ സംവിധാനങ്ങൾ അവഗണന കാട്ടുന്നുവെന്ന് ആക്ഷേപം. ലക്ഷങ്ങൾ ഫണ്ടുണ്ടായിട്ടും ഈ കൂട്ടായ്മയ്ക്ക് ഒരു വിധത്തിലുള്ള പിന്തുണയും നൽകാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും തയ്യാറാകുന്നില്ല എന്ന് പരാതിയുണ്ട്. മുറിവേറ്റ നായ്ക്കളെ വന്ധീകരിച്ച് പരിപാലിക്കുന്ന സന്നദ്ധ പ്രവർത്തകർക്ക് അധികൃതരുടെ ഈ നിസ്സംഗത വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. തെരുവുനായ ശല്യം പരിഹരിക്കാൻ കോടികളുടെ പദ്ധതികൾ പ്രഖ്യാപിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങൾ നിലവിൽ ഈ രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്ന സന്നദ്ധ പ്രവർത്തകരെ പൂർണ്ണമായും അവഗണിക്കുകയാണ്. ജില്ലയിൽ തെരുവിൽ ഉപേക്ഷിക്കപ്പെടുന്ന നായകളെ സ്വന്തം ഉത്തരവാദിത്വത്തിൽ റെസ്ക്യൂ ചെയ്ത് ജില്ലാ വെറ്ററിനറി ഹോസ്പിറ്റലിൽ എത്തിച്ച് വന്ധീകരിക്കുന്നത് അനിമൽ റെസ്ക്യൂ ടീമിന്റെ നേതൃത്വത്തിൽ സ്വന്തമായി ഫണ്ട് കണ്ടെത്തിയാണ്. സർജറിക്ക് ശേഷം ഇവയുടെ മുറിവുണങ്ങുന്നതുവരെ സ്വന്തം ചെലവിൽ പരിചരിച്ച് ഭേദമായ ശേഷമാണ് എടുത്ത സ്ഥലത്ത് തന്നെ തിരികെ വിടുന്നത്. തദ്ദേശ സ്ഥാപനങ്ങൾ ചെയ്യേണ്ട വലിയൊരു ഉത്തരവാദിത്തമാണ് ഈ കൂട്ടായ്മ സ്വന്തം ചുമലിലേറ്റുന്നത്. എന്നിട്ടും ഒരു തദ്ദേശ സ്ഥാപനം പോലും ഇവർക്ക് ഒരു സാമ്പത്തിക സഹായമോ പിന്തുണയോ നൽകാൻ തയ്യാറാകുന്നില്ല. വന്ധീകരണ സർജറിയുടെ ചെലവുകളെങ്കിലും അധികൃതർ ഏറ്റെടുക്കുകയോ ഒഴിവാക്കി നൽകുകയോ ചെയ്താൽ നാട്ടിലെ ഒട്ടനവധി നായ്ക്കളെ പിടിച്ച് വന്ധീകരിക്കാൻ തങ്ങൾക്ക് സാധിക്കുമെന്നാണ് ഇവർ പറയുന്നത്. നമ്മളിപ്പോൾ ജില്ലാ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുചെന്ന് കഴിയുമ്പോൾ വന്ധീകരണം ചെല്ലുമ്പോൾ 25 രൂപ ചീട്ടടക്കം നമ്മൾ എടുത്ത് 2500 രൂപ വന്ധീകരണ ഫീസും അടച്ച് പുറത്തേക്ക് ഇടുന്ന മരുന്നുകളും മേടിച്ച് കൊടുത്തു വരുമ്പോൾ നമുക്ക് എത്ര രൂപയാവും? വണ്ടിക്കൂലി അടക്കം. ക്യാച്ചർ ഫീസ് നമ്മൾ ഉപയോഗിക്കുന്നില്ല. അപ്പം നമ്മൾ ഒരു സാമൂഹ്യ സേവനം എന്ന രീതിയിൽ ജനങ്ങൾക്ക് ദോഷമുണ്ടാകാത്ത രീതിയിൽ കുഞ്ഞുങ്ങളെ ഈ പറയുന്ന തെരുവുനായ്ക്കളെ നമ്മൾ വന്ധീകരിച്ച് വിടുമ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കോടതി വിധി എന്ന് പറഞ്ഞ് നായ്ക്കളെ കൊന്നുകളയാനാണ് ശ്രമിക്കുന്നത്. അങ്ങനെയല്ല എന്നും കോടതി വിധിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, വിധിയിൽ നിന്ന് കോടതി പരാമർശത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഷെൽട്ടർ ഉണ്ടാക്കണമെന്നും നായ്ക്കളെ വന്ധീകരിക്കണമെന്നും വാക്സിനേഷൻ നൽകണമെന്നും എല്ലാമാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ മോണിറ്ററിംഗ് കമ്മിറ്റികൾ രൂപീകരിക്കണമെന്ന് പറഞ്ഞിരുന്നു. മുനിസിപ്പാലിറ്റിയിലും കുറച്ച് പഞ്ചായത്തുകളിലും മോണിറ്ററിംഗ് കമ്മിറ്റി രൂപീകരിച്ച് ആ മോണിറ്ററിംഗ് കമ്മിറ്റി പ്രകാരം ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ഇതുവരെയും ഒരു ചെറുവിരൽ പോലും അനക്കാൻ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സാധിച്ചിട്ടില്ല. അവരൊന്നും ഞങ്ങളെ വിളിക്കുകയോ കോൺടാക്ട് ചെയ്യുകയോ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുകയോ ചെയ്യുന്നില്ല. മീറ്റിങ്ങുകൾ വിളിച്ചു കൂട്ടിയെന്ന് പേപ്പറിലാക്കി അത് മുകളിലേക്ക് അയക്കാൻ മാത്രമാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഫീൽഡിൽ ഇറങ്ങി ഇതുപോലെ ചെയ്യുന്നു. ഈ ഒരു ചെറിയൊരു ഗ്രൂപ്പിൻ്റെ സപ്പോർട്ടോടു കൂടി നമ്മളിപ്പോൾ നിലവിൽ തൊടുപുഴ മുനിസിപ്പാലിറ്റിയിലെ ഒരു 8-10ഓളം നായ്ക്കളെ 10-12ഓളം നായ്ക്കളെ നമ്മളിപ്പോൾ വന്ധീകരിച്ചു. ABC ചെയ്യുന്ന ഞങ്ങൾക്കെങ്കിലും, ഞങ്ങളെപ്പോലുള്ള സംഘടനകൾക്കെങ്കിലും ഇവിടെ ജില്ലാ ഹോസ്പിറ്റലിൽ പൈസ ഇളവ് ചെയ്ത് തരികയോ അല്ലെങ്കിൽ പൈസ മേടിക്കാതെ സർജറി ചെയ്ത് തരികയോ ചെയ്യുകയാണെങ്കിൽ ഇവരെ സർജറി കഴിഞ്ഞുള്ള 5 ദിവസം നോക്കേണ്ട കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു തരാം. ക്യാച്ച് ചെയ്യുന്നത് ഞങ്ങൾ തന്നെ ക്യാച്ച് ചെയ്യാം. എവിടെ നിന്നാണോ എടുത്തത് അവിടെ തന്നെ റീലൊക്കേഷൻ ചെയ്യാൻ നമ്മൾ തിരിച്ചു വിടുകയും ചെയ്യാം. അപ്പോൾ ഇതുപോലുള്ള ഫേവറുകൾ നമുക്ക് ചെയ്തു തന്നാൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും.
നമ്മൾ ഇടുക്കി ജില്ലയിലാണ് നമ്മൾക്ക് ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ കേരളത്തിൽ ഒട്ടാകെ ഞങ്ങളെ കൊണ്ട് പറ്റുന്നതിൻ്റെ മാക്സിമം ഞങ്ങൾ ചെയ്യുന്നുണ്ട്. വന്ധീകരണമാണെങ്കിലും റെസ്ക്യൂ ചെയ്ത കുഞ്ഞുങ്ങളെയാണെങ്കിലും ഞങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ടോടും സഹായത്തോടും കൂടിയാണ്. പക്ഷേ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ചെയ്യേണ്ട ഉത്തരവാദിത്തം അവർ ചെയ്യുകയാണെങ്കിൽ ഞങ്ങളുടെ എന്ത് സേവനവും അവർക്ക് ചെയ്യാൻ തയ്യാറാണെന്ന് ഞങ്ങൾ എല്ലായിടത്തും അറിയിച്ചിട്ടുണ്ട്. 2-3 പഞ്ചായത്ത് മാത്രമേ, മുനിസിപ്പാലിറ്റി മാത്രമേ മോണിറ്ററിംഗ് കമ്മിറ്റി വിളിച്ചിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങളെ വിളിച്ചിരുന്നുവെങ്കിൽ ഞങ്ങൾ എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ടാണെന്ന് ഞങ്ങൾ പറയുമായിരുന്നു. ബാക്കിയുള്ളവരോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ സപ്പോർട്ട്, ഞങ്ങളുടെ സഹായം, ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്യാൻ തയ്യാറാണ്. ഞങ്ങളോട് സഹകരിക്കുക, അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പഞ്ചായത്തുകളുടെയോ മറ്റ് സർക്കാർ ഏജൻസികളുടെയോ യാതൊരുവിധ സഹായവും ഇല്ലാതെയാണ് കീർത്തിദാസും മഞ്ജുവും ഉൾപ്പെടുന്ന സംഘം ഈ ദുരിതം ചുമക്കുന്നത്. വാടക വീടിനോട് ചേർന്നാണ് 100-ലധികം നായകളെയും പൂച്ചകളെയും ഇവർ പരിപാലിക്കുന്നത്. ജില്ലയിൽ നായപിടുത്തത്തിന് ലൈസൻസുള്ള ഏക വനിതയായ മഞ്ജുവിന് മികച്ച മൃഗസംരക്ഷണത്തിനുള്ള ജില്ലാ അവാർഡ് ലഭിച്ചിട്ടുണ്ടെങ്കിലും അധികൃതരുടെ ഭാഗത്തു നിന്നും സഹായഹസ്തങ്ങളൊന്നും എത്തിയിട്ടില്ല. സ്വന്തം രോഗാവസ്ഥകളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും മാറ്റിവെച്ച് ഈ ജീവനുകളെ നോക്കുന്ന ഇവർക്ക് തദ്ദേശ സ്ഥാപനങ്ങൾ അർഹമായ പിന്തുണ നൽകണമെന്നാണ് നാട്ടുകാരുടെയും മൃഗസ്നേഹികളുടെയും ആവശ്യം. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വയനാട് കള്ളാടിയിൽ അലംഭാവം ഉണ്ടായെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. അലംഭാവം ആരുടെ ഭാഗത്തു നിന്നുണ്ടായതാണെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. നിർമ്മാണം നടത്തുന്ന കമ്പനി രാജ്യത്തെ മികച്ച സ്ഥാപനമാണ്. സ്കിൽഡ് ലേബേഴ്സിനെ ആണോ ഉപയോഗിച്ചതെന്ന് അറിയില്ല. മുൻ സർക്കാരിന്റെ കാലത്ത് തുടങ്ങിയ പദ്ധതിയിൽ നിലവിലെ സർക്കാരിനും ഉത്തരവാദിത്വമുണ്ടെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി. അലംഭാവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കേരള സർക്കാരിന്റെ അധീനതയിലുള്ള കാര്യമാണ്. അപകട സ്ഥലത്ത് അപകട സാധ്യതയുള്ള മണ്ണ് നീക്കം ചെയ്യാൻ ജില്ലാ കളക്ടർ ഒരാഴ്ച മുൻപ് നിർദ്ദേശം നൽകിയിരുന്നുവെന്നും അത് നടപ്പാക്കിയില്ല എന്നുമുള്ള റിപ്പോർട്ടുകൾ അതീവ ഗൗരവമുള്ളതാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അന്വേഷണത്തിൽ നിന്ന് മനസ്സിലാക്കിയത് തീർത്തും അലംഭാവം കൊണ്ട് തന്നെയാണ് ഇത് വിളിച്ചു വരുത്തിയതാണ് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും മുഖ്യമന്ത്രി അതിനു വേണ്ടുന്ന നടപടികൾ ഉടനെ കൈക്കൊള്ളും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതൊക്കെ കൃത്യമായിട്ട് സർക്കാരിനറിയാം. സർക്കാർ പറയട്ടെ. അതാണ് പറഞ്ഞത്. അത് സർക്കാർ വിലയിരുത്തട്ടെ. ഞാൻ അതിൻ്റെ ഭാഗവാക്കല്ലല്ലോ. ഞാൻ എന്തിനാണ് ഈ ഉണ്ടയില്ല വെടി പൊട്ടിക്കുന്നത്? എന്തിനാണ്? അത് മുഖ്യമന്ത്രി പറയട്ടെ. മുഖ്യമന്ത്രി ഉത്തരവാദിത്വത്തോടെ അത് കണ്ടെത്തി അതിന് മറുപടി നൽകും. അത് അദ്ദേഹം പറയട്ടെ. വലിയ പ്രൊജക്ടുകളൊക്കെ നടക്കുമ്പോൾ കൃത്യമായ അതിന്റെ റിവ്യൂ ഒക്കെ നടത്തേണ്ടതല്ലേ സർക്കാർ? മിനിസ്റ്റർ പറയുന്നത് തങ്ങളുടെ അധീനതയിലല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കൈവാരി. അയ്യോ, അതാണോ ഇല്ലയോ എന്നുള്ളത് മുഖ്യമന്ത്രി പറയട്ടെ. ഒരു മുഖ്യമന്ത്രിയാണ് ഇത് തുടങ്ങി വെച്ചത്. പൂർവ്വ മുഖ്യമന്ത്രിയാണ് ഇത് തുടങ്ങി വെച്ചത്. അപ്പോൾ ഇപ്പോഴത്തെ നിലവിലുള്ള മുഖ്യമന്ത്രി അതിന് മറുപടി പറയട്ടെ. നടത്താൻ ഇത് തുടങ്ങി വയ്ക്കാൻ ഇവിടുത്തെ NGOs അനുവദിക്കുമോ? പ്രകൃതി സ്നേഹികൾ അനുവദിക്കുമോ? അവരും അനുവദിച്ചോ? ഇതൊക്കെ ചോദ്യങ്ങളല്ലേ. ഇതൊന്നും എന്താണ് തൊലിപ്പുറ ചോദ്യങ്ങളല്ലല്ലോ, ആഴത്തിലുള്ള ചോദ്യങ്ങളല്ലേ. അപ്പോൾ അതിനൊക്കെ ഉത്തരം കണ്ടെത്തട്ടെ അല്ലേ. ഞാൻ ഇന്നലെ പറഞ്ഞു, കോഓപ്പറേറ്റീവ് ഫെഡറലിസം എന്ന് പറയുന്ന സ്ട്രക്ചർ ഇൻടാക്റ്റ് ആയിരിക്കണം. അതിനെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള ഒരു കാര്യവും ഞാൻ പറയില്ല. മുഖ്യമന്ത്രി പറയട്ടെ. മുഖ്യമന്ത്രിയല്ലേ അതിൻ്റെ ഇത് നടക്കുന്നത്. കേരളത്തിലുമാണ്, വയനാട്ടിലുമാണ് അല്ലേ. വയനാടിൻ്റെ ഒരു ഡെലിക്കറ്റ് സിറ്റുവേഷൻ, സോയിൽ സ്ട്രക്ചർ, ഇതിനെ സംബന്ധിച്ചൊക്കെ 2021 ഘോരം രാജ്യസഭയിൽ വിളിച്ച് പറഞ്ഞതല്ലേ. അതിനു മുമ്പ് എത്ര പേർ അതിനെക്കുറിച്ച് പറഞ്ഞു? അതിനുശേഷം ഒരു നടപടി ഉണ്ടായതും ഏതാണ്ട് 1800ഓളം അനധികൃത കെട്ടിട നിർമ്മാണങ്ങൾ ഉണ്ടായതിനെ സംബന്ധിച്ച് ഫയലടക്കം കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന് കൊടുത്തതിൻ്റെ നടപടികൾ അവിടെ തുടങ്ങിക്കഴിഞ്ഞു. അതിനെയും എതിർത്ത് വരുന്നവരുണ്ട്. അപ്പോൾ അത് സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്വമാണ്. അത് കേരളത്തിൽ അത് നടപ്പിലാക്കുക എന്നുള്ളത്. അത് അന്നത്തെ മുഖ്യമന്ത്രി അത് ചെയ്തോ ഇല്ലയോ എന്നുള്ളത് പരിശോധിക്കുക. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി അതിന് ആർജവം കാട്ടുമോ എന്നും നിങ്ങൾ അന്വേഷിക്കുക.
തൊടുപുഴയിൽ നിന്ന് ബൈസൺ വാലി വഴി തേനിക്ക് പുതിയ KSRTC ബസ് സർവീസ് ആരംഭിച്ചു. ബൈസൺ വാലിയിലെത്തിയ ബസിന് നാട്ടുകാരുടെയും UDF മണ്ഡലം കമ്മിറ്റിയുടെയും വ്യാപാരികളുടെയും നേതൃത്വത്തിൽ സ്വീകരണം നൽകി. യോഗത്തിൽ F. രാജ MLA ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. ഉച്ചയ്ക്ക് 1-ന് തൊടുപുഴയിൽ നിന്നും യാത്ര തിരിക്കുന്ന ബസ് 3:30-യോടെ ബൈസൺ വാലിയിലെത്തും. തുടർന്ന് ഖജനാപ്പാറ, പൂപ്പാറ വഴി ബോഡി നായ്ക്കന്നൂരിലേക്ക് പോകുന്ന ബസ് വൈകുന്നേരം 6:10-ന് തേനിയിലെത്തുന്ന വിധമാണ് സർവീസ് ക്രമീകരിച്ചിരിക്കുന്നത്. ഈ ബസ് രാത്രി 8-ന് തേനിയിൽ നിന്ന് പുറപ്പെട്ട് പൂപ്പാറ, മൂന്നാർ വഴി എറണാകുളത്തേക്ക് പോകും. ഇതുകൂടാതെ മറ്റൊരു KSRTC ബസ്സും ബൈസൺ വാലി വഴി തേനിക്ക് സർവീസ് നടത്തുന്നുണ്ട്. സാധാരണക്കാരായ തമിഴ് തോട്ടം തൊഴിലാളികൾക്കും വിവിധ ആവശ്യങ്ങൾക്ക് തമിഴ്നാട്ടിലേക്ക് പോകുന്ന സാധാരണക്കാർക്കും ഈ സർവീസുകൾ ഏറെ ആശ്വാസകരമാണ്. ബൈസൺ വാലി, മുട്ടുകാട് വഴി പുതിയ ഒരു KSRTC സർവീസ് കൂടി ആരംഭിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രാദേശിക നേതൃത്വം സർക്കാരിനെ സമീപിച്ചിട്ടുണ്ട്. ഗവൺമെന്റ് ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് MLA, F. രാജ MLA എന്നിവർ മുൻകൈയെടുത്താണ് ബൈസൺ വാലി വഴി പുതിയ തേനി ബസ് സർവീസ് ആരംഭിച്ചിരിക്കുന്നത്. ഈ ബസ് നമുക്ക് തൊടുപുഴ തേനിയാണ്. നമുക്ക് ഇവിടെ ഉള്ള ഈ നമ്മുടെ മേഖല എന്ന് വെച്ചാൽ പൊതുവായിട്ട് ഏലത്തോട്ടത്തിൽ പണിയുന്ന ആൾക്കാരാണ്. വലിയ പൈസ ഒന്നും ഇല്ലാത്ത ആൾക്കാരാണ്. അതുപോലെ മേഖലയാണ്, കാർഷിക മേഖലയാണ്. അപ്പം നമുക്ക് ഈ ബസ് തൊടുപുഴ ടു തേനി പോകുന്നത് ഇവിടെ ഉള്ള ജനങ്ങൾക്ക് ഒന്ന് വളരെയേറെ ഉപയോഗമാകും. ഒത്തിരി ആൾക്കാർ ഇതിനകത്ത് കൂടി ഈ തേനി തമിഴ്നാട് വണ്ടി ആയത് കാരണം കൊണ്ട് നമുക്ക് ഒത്തിരി ഇവിടെയുള്ള ജനങ്ങൾക്ക് പ്രയോജനപ്പെടും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ബസ് ഈ റൂട്ടിൽ വന്ന് ഈ നമ്മുടെ ഈ പൊതുജനങ്ങളെ അർപ്പണിക്കുകയാണ്. ഇവർക്ക് ഇത് ഉപയോഗമാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ബൈസൺ വാലിയിൽ നടന്ന KSRTC സർവീസിന് നൽകിയ സ്വീകരണ യോഗത്തിൽ F. രാജ MLA, സജി പുതക്കുഴി, TM രതീഷ്, സിജു ജേക്കബ്, സിജു ഏഴാനി, കുര്യാക്കോസ് ചേലമുട്ടിൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. വഴുത്തല ശാന്തിഗിരി കോളേജിൽ പരിസ്ഥിതി സംരക്ഷണത്തിന്റെയും ഓണാഘോഷത്തിന്റെയും ഭാഗമായി പൊന്നോണത്തോട്ടം എന്ന പേരിൽ 1000 പൂച്ചെടികൾ നട്ടുപിടിപ്പിച്ചു. കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ജിൻസ് ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു. പുറപ്പുഴ കൃഷിഭവൻ, NSS, ഭൂമിത്രസേന, നേച്ചർ ക്ലബ്, ടൂറിസം ക്ലബ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് സംഘടിപ്പിച്ചത്. പരിസ്ഥിതി സംരക്ഷണത്തിന്റെയും ഓണാഘോഷത്തിന്റെയും ഭാഗമായി ശാന്തിഗിരി കോളേജിൽ പൊന്നോണത്തോട്ടം എന്ന പേരിൽ 1000 പൂച്ചെടികൾ നട്ടുപിടിപ്പിച്ചു. കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ജിൻസ് ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു. വിദ്യാർത്ഥികൾക്ക് കൃഷിയുടെ പ്രാധാന്യം മനസ്സിലാക്കുവാനും പഠിക്കാനുമുള്ള അവസരമൊരുക്കുക, ആധുനിക കൃഷിരീതികൾ കണ്ടുപഠിക്കുക, ഓണത്തിന് സ്വന്തം പൂക്കൾ ഉപയോഗിച്ച് പൂക്കളമിടുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന് പ്രിൻസിപ്പൽ ഫാദർ ജിൻസ് ജോർജ് പറഞ്ഞു. പുറപ്പുഴ കൃഷിഭവൻ, NSS, ഭൂമിത്രസേന, നേച്ചർ ക്ലബ്, ടൂറിസം ക്ലബ് എന്നിവയിലെ വിദ്യാർത്ഥികളാണ് പൂച്ചെടികൾ നട്ടുപിടിപ്പിക്കുന്ന പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത്. ന്യൂസ് ബ്യൂറോ, വഴുത്തല. തൊടുപുഴയ്ക്ക് മധുരമേകാൻ പത്മാസ് ബേക്സ് തൊടുപുഴ ന്യൂമാൻ കോളേജിന് എതിർവശത്തായി യുണൈറ്റഡ് ആർക്കേഡിൽ പ്രവർത്തനം ആരംഭിച്ചു. പ്രമുഖ വ്യക്തികളുടെ മഹനീയ സാന്നിധ്യത്തിൽ തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് PS സലിംകുട്ടി നാടമുറിച്ച് ഉദ്ഘാടനം ചെയ്തു. സിനിമാ സീരിയൽ താരം കൃഷ്ണപ്രസാദ് ഭദ്രദീപം തെളിയിച്ചു. ഭാരതീയ വ്യാപാരി വ്യവസായി സംഘ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സന്തോഷ് വിനായക HF, തൊടുപുഴ മേഖലാ പ്രസിഡന്റ് MS വിനയരാജന് പലഹാരങ്ങൾ നൽകിക്കൊണ്ട് ആദ്യ വിൽപ്പന നിർവഹിച്ചു. രുചിമുകുളങ്ങളെ ഉത്തേജിപ്പിക്കാൻ തൊടുപുഴയിൽ പത്മാസ് ബേക്സ് പ്രവർത്തനം ആരംഭിച്ചു. തൊടുപുഴ ന്യൂമാൻ കോളേജിന് എതിർവശത്തായി യുണൈറ്റഡ് ആർക്കേഡിലാണ് പ്രവർത്തനം ആരംഭിച്ചത്. പ്രമുഖ വ്യക്തികളുടെ മഹനീയ സാന്നിധ്യത്തിൽ തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് PS സലിംകുട്ടി നാടമുറിച്ച് ഉദ്ഘാടനം ചെയ്തു. സിനിമാ സീരിയൽ താരം കൃഷ്ണപ്രസാദ് ഭദ്രദീപം തെളിയിച്ചു.
രുചികരമായ ഭക്ഷണങ്ങൾ പൊതുവെക്കാർക്ക് തീരുമാനങ്ങൾ എല്ലാവിധ ആശംസകളും ഇവിടെ എല്ലാവരുടെയും സഹായമാണ്. എല്ലാവിധ ഒരു ബേക്കറിയായിട്ട് തുടങ്ങി ഒരു വലിയ സ്ഥാപനമായിട്ട് ഹോട്ടൽ ശൃംഖലയായിട്ട് മാറുവാൻ ഹോട്ടലിന്റെ നേതൃത്വത്തിൽ ഇതിന് സാധിക്കട്ടെ. അതിന് നല്ല ഒരു ഐശ്വര്യപൂർണമായ എന്താ പറയാ നല്ല കാലാവസ്ഥയും എല്ലാം നമുക്ക് സംഭാവന ചെയ്തിരിക്കുന്നു. ഇവിടെ എത്തിയിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുടെയും സപ്പോർട്ടാണ് അദ്ദേഹത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ആവശ്യം. ഭാരതീയ വ്യാപാരി വ്യവസായി സംഘ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സന്തോഷ് വിനായക, HEF തൊടുപുഴ മേഖലാ പ്രസിഡന്റ് MS വിനയരാജന് പലഹാരങ്ങൾ നൽകിക്കൊണ്ട് ആദ്യ വിൽപ്പന നിർവഹിച്ചു. വാർഡ് കൗൺസിലർ ഷാഹുൽ ഹമീദ്, KHRA ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ജയൻ ജോസഫ്, ബേക്കേഴ്സ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ജോസ്, മർച്ചന്റ്സ് അസോസിയേഷൻ വർക്കിംഗ് പ്രസിഡന്റ് പ്രശാന്ത് കുട്ടപ്പാസ്, KHRA യൂണിറ്റ് പ്രസിഡന്റ് ഗിരീഷ്, ഫ്രണ്ട്സ് ട്രേഡേഴ്സിലെ K വിജയൻ എന്നിവർ ആശംസകൾ നേർന്നു. S പത്മഭൂഷൺ നന്ദി പറഞ്ഞു. തുടർന്നും ഏവരുടെയും സഹകരണം വേണമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. തൊടുപുഴയിൽ ന്യൂമാൻ കോളേജിന് എതിർവശത്തായി ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ട പത്മാസ് ബേക്സ് ഇന്ന് തൊടുപുഴയിലെ പൊതുസമൂഹത്തിനായി ഏറ്റവും നല്ല ഭക്ഷണ സാധനങ്ങൾ ബേക്കറിയിൽ പാചകം ചെയ്യുന്ന അല്ലെങ്കിൽ ബേക്ക് ചെയ്യുന്ന ധാരാളം ഐറ്റംസ് ഉണ്ട്. തൊടുപുഴയിൽ ഇതുവരെ നമുക്ക് ഒരു ബേക്കറികളിലും നമുക്ക് കാണാത്ത തരത്തിലുള്ള പ്രത്യേകതരം ഭക്ഷണ സാധനങ്ങൾ ഞങ്ങൾ ഇവിടെ ക്രമീകരിക്കുന്നുണ്ട്. ചട്ടിപ്പത്തിരി, അതുപോലെ തന്നെ കൈപ്പോള, ഉന്നക്ക, ഇങ്ങനെ വിവിധ തരങ്ങളിലുള്ള ഏറ്റവും സ്വാദിഷ്ടമായ വിഭവങ്ങൾ നമുക്ക് ഇവിടെ വന്ന ആളുകൾക്ക് കഴിക്കാനുള്ള പ്രത്യേക സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഈ ഒരു ബേക്കറിയിലേക്ക് എല്ലാ ആളുകളെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാവിധ സ്നാക്സ് ഐറ്റംസും ചായ, കോഫി, ഷേക്ക്, ഫലൂഡ, ഐസ്ക്രീംസ്, വിവിധ ഫ്ലേവറുകളിലുള്ള ജ്യൂസ് തുടങ്ങിയവ ഇവിടെ ലഭ്യമാണ്. പിണ്ടിമന ഗവൺമെന്റ് UP സ്കൂളിലെ 125-ാം വാർഷികാഘോഷങ്ങൾക്ക് പ്രൗഢഗംഭീരമായ തുടക്കം. കോതമംഗലം MLA ഷിബു തെക്കുംപുറം ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങളുടെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ 125 ദീപങ്ങൾ തെളിയിക്കുകയും ജൂബിലി ഗാനം റിലീസ് ചെയ്യുകയും ചെയ്തു. ഉദ്ഘാടന യോഗത്തിൽ വെച്ച് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ MLA ഷോൾ അണിയിച്ചും മൊമെന്റോ നൽകിയും ആദരിച്ചു. തലമുറകളിലേക്ക് അറിവിന്റെ പൊൻവെളിച്ചം പകർന്ന് ചേലാട് തലയുയർത്തി നിൽക്കുന്ന പിണ്ടിമനം ഗവൺമെന്റ് UP സ്കൂളിന്റെ 125-ാം വാർഷികാഘോഷങ്ങൾക്ക് പ്രൗഢഗംഭീരമായി തുടക്കം. കോതമംഗലം MLA ഷിബു തെക്കുംപുറം ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. 125 ദീപങ്ങൾ തെളിയിക്കുകയും ജൂബിലി ഗാനം റിലീസ് ചെയ്യുകയും ചെയ്തു. വിദ്യാസമ്പന്നരായ ജനതയാണ് ഒരു നാടിന്റെ സമ്പത്ത് എന്ന് അദ്ദേഹം പറഞ്ഞു. പിണ്ടിമനം ഗവൺമെന്റ് UP സ്കൂൾ നടത്തുന്ന മികച്ച പ്രവർത്തനങ്ങളെ അദ്ദേഹം അഭിനന്ദിച്ചു. ചടങ്ങിൽ വെച്ച് പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ MLAയെ അധ്യാപകരും PTA-യും SMC-യും ചേർന്ന് ഷാൾ അണിയിച്ച് ആദരിക്കുകയും മൊമെന്റോ നൽകുകയും ചെയ്തു. 8 ക്ലാസ് മുറികൾ നമുക്ക് കൂടുതലായി വന്ന് നമ്മുടെ ഓഫീസ് റൂമും മറ്റ് സൗകര്യങ്ങളെല്ലാം അതിൽ ഏർപ്പെടുത്താൻ കഴിയുമെന്ന് പ്രത്യേകമായി സൂചിപ്പിക്കുകയുണ്ട്. അതോടൊപ്പം തന്നെ സ്കൂളിന്റെ ഇപ്പോൾ ജീർണാവസ്ഥയിലുള്ള ഈ കെട്ടിടം പൊളിച്ചു മാറ്റുകയാണെങ്കിൽ ഈ സ്ഥലത്ത് കുട്ടികൾക്ക് കളിക്കുവാനും വിനോദങ്ങളിൽ ഏർപ്പെടുത്താനും ഒക്കെയുള്ള സൗകര്യം ഉണ്ടാകുമെന്ന് അറിയിക്കുന്നുണ്ടായി. ഈ ജൂബിലി വർഷത്തിൽ തന്നെ ആ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനുള്ള എല്ലാ പിന്തുണയും ഗ്രാമപഞ്ചായത്തിന്റെ പിന്തുണയോടുകൂടി
മുന്നോട്ട് പോകുമെന്നാണ് നിങ്ങളെ അറിയിക്കുകയും അതോടൊപ്പം തന്നെ മറ്റു കാര്യങ്ങൾ യുപിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി തിളക്കമാർന്ന പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ആ പരിപാടികളെല്ലാം നമുക്ക് സമയബന്ധിതമായി മുന്നോട്ട് കൊണ്ടുപോകണം. MLA എന്ന നിലയ്ക്ക് എന്റെ എല്ലാവിധ പിന്തുണയും വാഗ്ദാനം ചെയ്യുകയാണ്. പിണ്ടിമന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP ജോർജ് അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് അംഗം PIM ബഷീർ കർമ്മ പദ്ധതികളുടെ പ്രകാശനം നിർവഹിച്ചു. പിണ്ടിമന ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ ഷാജി സുവർണ ജൂബിലി ലോഗോ വേവ്സ് അറ്റ് 125 പ്രകാശനം ചെയ്തു. പൂർവ്വ വിദ്യാർത്ഥിയും അസിസ്റ്റന്റ് കസ്റ്റംസ് കമ്മീഷണറുമായ റോയി വർഗീസ് സ്കൂൾ വികസന ഫണ്ടിലേക്ക് ചെക്ക് കൈമാറി. കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിജോയ് P ജോസഫ് ജൂബിലി വൃക്ഷത്തൈ ഹെഡ്മിസ്ട്രസിന് കൈമാറി. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷൌക്കത്ത് അലി TA, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിബി ജെയിംസ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീന ബേസിൽ, മെമ്പർമാരായ ജലജ പൗലോസ്, ഷൈനി ജിൻസ്, ഖദീജ ഉബൈദ്, ജെൻസി ബിബി എൽദോസ്, റെജി പുലരി, അഖിൽ രവി, പ്രിൻസ് ജോൺ, SMC ചെയർപേഴ്സൺ നിത്യ വിൽസൺ, PTA പ്രസിഡന്റ് അനീഷ് തങ്കപ്പൻ, MBTA ചെയർപേഴ്സൺ ഷീജ സതീശൻ എന്നിവർ പ്രസംഗിച്ചു. അക്കാദമിക, കലാ, സാംസ്കാരിക, ശാസ്ത്ര, കായിക, പരിസ്ഥിതി, സാമൂഹിക സേവന പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വിവിധ ജൂബിലി പരിപാടികൾക്ക് ഉദ്ഘാടന ചടങ്ങോടെ തുടക്കമായി. ഹെഡ്മിസ്ട്രസ് ലിജി വി പോൾ സ്വാഗതവും B രശ്മി നന്ദിയും പറഞ്ഞു. വിവിധ ജനപ്രതിനിധികൾ, അധ്യാപകർ, പൂർവ്വ വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, വിദ്യാർത്ഥികൾ, നാട്ടുകാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. സൗരോർജ്ജ മേഖലയിലെ നവീന സംരംഭമായ സൺനോവ സോളാർ LLPയുടെ തൊടുപുഴയിലെ ഹെഡ് ഓഫീസ് ജൂലൈ 9 പ്രവർത്തനം ആരംഭിക്കും. രാവിലെ 9:30 നടക്കുന്ന ചടങ്ങിൽ വെച്ച് നിയമസഭ ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് MLA സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP മുഖ്യാതിഥിയായി പങ്കെടുക്കും. മുനിസിപ്പൽ ചെയർപേഴ്സൺ സാബ്ര ജലീൽ, തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് PS സലിംകുട്ടി, തൊടുപുഴ വ്യാപാരി ക്ലബ് 38 പ്രസിഡന്റ് TC രാജു തരണിയിൽ, മർച്ചന്റ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ജിമ്മി കുര്യൻ, വാർഡ് കൌൺസിലർ സഫിയ ജബ്ബാർ എന്നിവർ സന്നിഹിതരായിരിക്കും. 78,000 വരെ ഗവൺമെന്റ് സബ്സിഡി ഉണ്ടായിരിക്കും. 6% പലിശ നിരക്കിൽ ബാങ്ക് ലോണും ലഭ്യമാണ്. ഞങ്ങൾ കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നും കുറച്ച് പാർട്ട്നേഴ്സ് കൂടിയിട്ട് സനോവ സോളാർ LLP എന്ന ഒരു സംരംഭം തുടങ്ങുകയാണ്. വ്യാഴാഴ്ചയാണ് അതിൻ്റെ ഇനാഗുറേഷൻ. രാവിലെ 9:30 മണിക്ക് ബഹുമാനപ്പെട്ട MLAയും ചീഫ് വിപ്പുമായ അബു സാർ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതും ഇടുക്കി MP ഡീൻ കുര്യാക്കോസ് സാറ് മുഖ്യപ്രഭാഷണം നടത്തി മഹനീയ സാന്നിധ്യമുള്ളതുമാണ്. ഇത് സ്ഥാപനം വരുന്നത് ബെങ്ങല്ലൂർ മങ്ങാട്ടുകോല 4 ലൈൻ ബൈപ്പാസിലെ അത്തിക്കൽ ആർക്കേഡ് ആണ് ഈ സ്ഥാപനം ഉള്ളത്. ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കേരളത്തിൽ എല്ലായിടത്തും തന്നെ റൂഫ് ടോപ്പ് സോളാർ സ്ഥാപിച്ചു കൊടുക്കുക മാത്രമല്ല രാജ്യത്തിൻ്റെ എനർജി സംരക്ഷിക്കുകയും മറ്റ് എല്ലാ ഞങ്ങളുടെ കസ്റ്റമേഴ്സിനും ഇൻസ്റ്റൻ്റായിട്ട് ഉടൻ സർവീസും സപ്പോർട്ട് കിട്ടുന്നതിന് വേണ്ടിയാണ് ഈ ഒരു രീതിയിൽ ബിസിനസ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഒരു ബിസിനസ് സംരംഭം മാത്രമല്ല, ഒരു സർവീസും കൂടിയാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഉദ്ഘാടന വേളയിലും തുടർന്നും എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. ഓപ്പറേഷൻ തൂഫാൻ നാർക്കോ ഹണ്ട് പദ്ധതിയുടെ ഭാഗമായി കാളിയാർ പോലീസിന്റെയും മണപ്പുറം മർച്ചന്റ്സ് അസോസിയേഷന്റെയും ആഭിമുഖ്യത്തിൽ ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചു. യുവതലമുറയിൽ ലഹരിക്കെതിരായി അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിച്ച പരിപാടിയുടെ ഉദ്ഘാടനം തൊടുപുഴ DYSP ബൈജു PM നിർവഹിച്ചു. മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് സജി കണ്ണമ്പുഴ മത്സരത്തിന്റെ കിക്ക് ഓഫ് നിർവഹിച്ചു. ഓപ്പറേഷൻ തൂഫാൻ നാർക്കോ ഹണ്ട് പദ്ധതിയുടെ ഭാഗമായി കാളിയാർ പോലീസിന്റെയും വണ്ണപ്പുറം മർച്ചന്റ്സ് അസോസിയേഷന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചു. യുവതലമുറയിൽ ലഹരിക്കെതിരായി അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ വണ്ണപ്പുറം വിൻഫീൽഡ് സ്പോർട്സ് ഹബിൽ സംഘടിപ്പിച്ച പരിപാടിയുടെ ഉദ്ഘാടനം തൊടുപുഴ DYSP PM ബൈജു നിർവഹിച്ചു. ഓപ്പറേഷൻ തൂഫാൻ നാർക്കോ ഹണ്ട് എന്ന പേരിൽ കഴിഞ്ഞ മാസം 3-ാം തീയതി ബഹുമാനപ്പെട്ട സംസ്ഥാന മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത് ആഭ്യന്തര വകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തിവരുന്ന ഡ്രൈവ് വളരെ വിജയകരമായി മുന്നോട്ട് പോവുക. ലഹരിക്കെതിരെ കർശനമായ നടപടി, ലഹരിയുടെ
ഉപയോഗം കുറയ്ക്കുക എന്ന് മാത്രം ലഹരി ഉപയോഗിക്കുന്നവരെ കണ്ടെത്തി അതിൽ നിന്ന് അതിൻ്റെ മൊത്ത വിതരണക്കാരെ, അതുപോലെ അതിൻ്റെ സപ്ലയേഴ്സ്, അതുപോലെ അതിൻ്റെ പ്രൊഡക്ഷൻ, അതിൻ്റെ സോഴ്സ് കണ്ടെത്തി നശിപ്പിക്കുക. ഒപ്പം തന്നെ അവരെയെല്ലാം നിയമത്തിന് കീഴിൽ കൊണ്ടുവരിക. ഒപ്പം തന്നെ ഈ ലഹരിക്ക് അടിമപ്പെട്ടവരെ പ്രതിരോധിപ്പിക്കുക. ഒപ്പം തന്നെ അവർക്ക് ട്രെയിനിങ് കൊടുക്കുക. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും അതുപോലെ സമൂഹത്തിലും ഇതിൻ്റെ അവബോധം വളർത്തുക, ലഹരിക്കെതിരെയുള്ള അവബോധം വളർത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് ഈ മെഗാ ഡ്രൈവ് നടന്നു വരുന്നത്. കാളിയാർ SHO ബിനീഷ് ലാൽ KV അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സഹീർ വാണിയപ്പൊരിയിൽ സ്വാഗതവും, ഫെഡറൽ ബാങ്ക് മാനേജർ ആൽബിൻ ബേബി, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ നെജിമോൻ എന്നിവർ ആശംസകളും നേർന്നു. മർച്ചന്റ്സ് അസോസിയേഷൻ ട്രഷറർ MG പ്രിൻസ് കൃതജ്ഞത രേഖപ്പെടുത്തി. തുടർന്ന് കേരള പോലീസ് ടീമും വണ്ണപ്പുറം മർച്ചന്റ്സ് അസോസിയേഷൻ ടീമും തമ്മിൽ നടന്ന ആവേശകരമായ ഫുട്ബോൾ മത്സരത്തിന്റെ കിക്ക് ഓഫ് മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് സജി കണ്ണമ്പുഴ നിർവഹിച്ചു. മർച്ചന്റ്സ് അസോസിയേഷൻ ഭാരവാഹികൾ, അംഗങ്ങൾ, പോലീസ് ഉദ്യോഗസ്ഥർ, പൊതുപ്രവർത്തകർ, പൊതുജനങ്ങൾ, വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേർ മത്സരം കാണുവാൻ എത്തിയിരുന്നു. പാണ്ടിപ്പാറ സെന്റ് ജോസഫ് UP സ്കൂളിൽ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെയും വിവിധ ക്ലബ്ബുകളുടെയും ദീപിക നമ്മുടെ ഭാഷാ പദ്ധതിയുടെയും ഉദ്ഘാടനം നടത്തി. ഇടുക്കി രൂപത മദ്യവിരുദ്ധ സമിതി ഡയറക്ടറും സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായ ഫാദർ തോമസ് വലിയമംഗലം ഉദ്ഘാടനം നിർവഹിച്ചു. പാണ്ടിപ്പാറ സെന്റ് ജോസഫ് UP സ്കൂളിൽ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെയും വിവിധ ക്ലബ്ബുകളുടെയും ദീപിക നമ്മുടെ ഭാഷാ പദ്ധതിയുടെയും ഉദ്ഘാടനം നടത്തി. ഇടുക്കി രൂപത മദ്യവിരുദ്ധ സമിതി ഡയറക്ടറും സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായ ഫാദർ തോമസ് വലിയമംഗലം ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ മാനേജർ ഫാദർ ജോർജ് കരിന്തേൽ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ പ്രഥമ അധ്യാപിക ആൻസി തോമസ്, സാന്റ് ജോസ് നഴ്സറി സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ റോസ്മിത SD, MBTA പ്രതിനിധി ടിൻഡു ഡിനീഷ്, അധ്യാപക പ്രതിനിധി ലിറ്റിന തുടങ്ങിയവർ പ്രസംഗിച്ചു. കുട്ടികൾ വൈവിധ്യമാർന്ന കലാപരിപാടികളും അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രിയദർശിനി ബസ് സർവീസ് പുതിയ മാറ്റത്തിന് തുടക്കമെന്ന് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഉപ്പുതോട് വഴിയുള്ള കോട്ടയം തോപ്രാംകുടി KSRTC സർവീസ് ചെറുതോണിയിൽ ഫ്ളാഗ് ഓഫ് ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മുഖ്യമന്ത്രി VD സതീശനുമായി ഫോണിൽ സംസാരിച്ചു. ചെറുതോണിയിൽ റോയി കെ പൗലോസിന്റെ MLA ഓഫീസ് ഉദ്ഘാടനം നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിർവഹിച്ചു. വയനാട് കള്ളാടിയിൽ അലംഭാവം ഉണ്ടായെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. അലംഭാവം ആരുടെ ഭാഗത്തു നിന്നുണ്ടായതാണെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. തൊടുപുഴയിൽ നിന്ന് ബൈസൺവാലി വഴി തേനിക്ക് പുതിയ KSRTC ബസ് സർവീസ് ആരംഭിച്ചു. ബൈസൺവാലിയിലെത്തിയ ബസിന് നാട്ടുകാരുടെയും UDF മണ്ഡലം കമ്മിറ്റിയുടെയും വ്യാപാരികളുടെയും നേതൃത്വത്തിൽ സ്വീകരണം നൽകി.
ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.